പിന്നെ ഇനി നമുക്ക് പ്രൊജക്റ്റ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. റൈപ്സ് ഇൻസ്റ്റാൾ ചെയ്യണം. റൈപ്സ് എന്ന് പറയുന്ന സിമുലേറ്ററിലാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ ഒരു COAയുടെ പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റൈപ്പിന്റെ കുറെ പ്രൊജക്ട്സ് കാര്യങ്ങൾ കിടപ്പുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമാക്കി തരുന്നതാണ്. നിങ്ങൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. ഇതിനകത്തുനിന്ന് ഓരോ ഗ്രൂപ്പും ഓരോ ടോപ്പിക് സെലക്ട് ചെയ്യുക. ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എന്താണ് പെർഫോം ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇവിടെ എന്താ ക്യാഷ് മാപ്പിംഗ് ടെക്നിക്സ് തന്നിട്ടുണ്ട്. പല രീതിയിലുള്ള നമ്മളിപ്പോ COAയിൽ എന്തൊക്കെ പഠിച്ചു അതുമായി ബന്ധപ്പെട്ട കുറെ ടോപ്പിക്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഒരു എക്സാമ്പിൾ പറയാം. സിംഗിൾ സൈക്കിൾ വേഴ്സസ് 5 സ്റ്റേജ് പൈപ്പ് ലൈൻ പെർഫോമൻസ് കമ്പാരിസൺ. ജിറ്റ്ഹബില് ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കുറെ പ്രൊജക്ട്സ് ഇവിടെ കിടക്കും. ഈ പ്രൊജക്ട്സിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക് നമ്മൾ ആ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒരു ടോപ്പിക് സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഈ സിംഗിൾ സൈക്കിൾ വേഴ്സസ് 5 സ്റ്റേജ് പൈപ്പ് ലൈൻ ആണ്. ഈ പ്രൊജക്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ വരുന്നത്, എന്ത് കോഡ് വെച്ചാണ് കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ സെറ്റപ്പ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇപ്പൊ നമുക്ക് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് റൈപ്സ് എന്ന് പറയുന്ന ആ ഒരു ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന്റെ ഇതും ഇതിനകത്ത് കിടപ്പുണ്ട്, ലിങ്ക് കിടപ്പുണ്ട്. ആ റൈപ്സ് എന്ന് പറയുന്ന സിമുലേറ്റർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതാണ് റൈപ്സ് എന്ന് പറയുന്ന സിമുലേറ്റർ. ഈ റൈപ്സ് എന്ന് പറയുന്ന സിമുലേറ്ററിൽ ഏറ്റവും മോൾ പോർഷനിലായിട്ട് ഫയലിൽ ന്യൂ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ എഡിറ്റ് ഉണ്ട്, വ്യൂ ഉണ്ട്, മെനൂസ് ഉണ്ട്. ഇനി അതിന്റെ താഴത്തെ പോർഷനിൽ ഇവിടെ പ്രോസസർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ പ്രോസസർ എന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പ് ലൈക്ക് എഡിറ്റർ, പ്രോസസർ, ക്യാഷെ, മെമ്മറി, IO, നമ്മൾ ആ ഒരു COA എന്ന് പറയുന്ന സിലബസിൽ പഠിച്ച എല്ലാ ടോപ്പിക്സും ഇവിടെ ഉണ്ട്. ഇതിനെല്ലാത്തിനും സിമുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിമുലേറ്റർ ആണ് ആക്ച്വലി റൈപ്സ് എന്ന് പറയുന്നത്. ഒരു ആപ്ലിക്കേഷൻ ആണ്, സിമ്പിൾ ആണ്. അതിനകത്ത് ഈ എഡിറ്റർ പോർഷനിൽ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ന്യൂ പ്രോഗ്രാം എടുക്കാം. ഫയൽ എടുത്തിട്ട് ന്യൂ പ്രോഗ്രാം എടുക്കുകയാണ് ഞാൻ. ഇപ്പൊ എന്റെ എഡിറ്റർ പോർഷൻ നോക്കിയേ. ഈ എഡിറ്റർ എന്ന് പറയുന്ന ഈ ഫസ്റ്റ് പോർഷനിലാണ് നമ്മൾ സോഴ്സ് കോഡ്. ഇവിടെയാണ് ഇപ്പൊ ഞാൻ എന്ത് പ്രൊജക്റ്റ് ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് സിംഗിൾ സൈക്കിൾ പ്രോസസറിന്റെയും ഒരു 5 സ്റ്റേജ് എന്ന് വെച്ചാൽ പൈപ്പ് ലൈനിന്റെ പ്രോസസറിന്റെയും ഒരു പെർഫോമൻസ് കമ്പാരിസൺ ആണ്. എങ്ങനെയാണ് ഒരു സിംഗിൾ സൈക്കിൾ പ്രോസസറും എങ്ങനെയാണ് ഒരു പൈപ്പ് ലൈനിന്റെ പ്രോസസറും വർക്ക് ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ്, എന്താണ് അതിന്റെ പെർഫോമൻസിലുള്ള ഡിഫറൻസ്, അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ അതിന്റെ കോഡ്, ആ ജിറ്റ്ഹബിലുള്ള എന്റെ കോഡ് ഞാൻ അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അത് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ബൈനറി എന്താണ്, അല്ലെങ്കിൽ ആ ഒരു അസംബിൾഡ് ഫോർമാറ്റ് എന്താണെന്ന് ഇവിടെ ഡിസ്പ്ലേ ആയി വരും. അതുപോലെ തന്നെ ഏതൊക്കെ രജിസ്റ്റേഴ്സ് ആണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്, അതാണ് ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന കുറെ രജിസ്റ്റേഴ്സ്. 0 മുതൽ 31 വരെ 32ഓളം രജിസ്റ്റേഴ്സ് നമുക്കുണ്ട് ഒരു പ്രോസസറിനെ സംബന്ധിച്ചിടത്തോളം. സോ ഇതാണ് എന്റെ കോഡ്. ഈ കോഡിൽ ഞാൻ ആക്ച്വലി എഴുതിയിരിക്കുന്നത് 0 മുതൽ 10 വരെ 9 വരെയുള്ള, അതായത് ലെസ് ദാൻ 10 ആയിട്ടുള്ള നമ്പേഴ്സിന്റെ അഡീഷൻ പ്രോഗ്രാം ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം ഒന്നുമില്ല. ഒരു സിമ്പിൾ പ്രോഗ്രാം ഞാൻ കൊടുക്കുന്നു. ആ സിമ്പിൾ പ്രോഗ്രാമിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ സൈക്കിൾ പ്രോസസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരു പൈപ്പ് ലൈൻ്റെ പ്രോസസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ കമ്പാരിസൺ, പെർഫോമൻസിന്റെ കമ്പാരിസൺ, അതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന പ്രൊജക്ട്. എന്റെ ടോപ്പിക് അതാണ്. സോ അതിനോട് ആവശ്യമായിട്ടുള്ള ഒരു കോഡ്, ഇൻസ്ട്രക്ഷൻ കോഡ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് എക്സ്റ്റേൺ എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് N എന്ന് പറഞ്ഞൊരു വേരിയബിൾ വിളിച്ചിട്ടുണ്ട്. ദെൻ അഡ്രസ്, ലോഡ് അഡ്രസ്, LA എന്ന് പറഞ്ഞാൽ ലോഡ് അഡ്രസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നമ്മൾ അതിനെ അഡീഷൻ ചെയ്യുന്നുണ്ട്. അഡീഷൻ ചെയ്ത് ഒരു ലൂപ്പ് കൊടുത്തിരിക്കുകയാണ്. ലെസ് ദാൻ 10 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അതുവരെ ഇത് പെർഫോം ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇനി ഈ ഒരു പർട്ടിക്കുലർ കോഡിന്റെ ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. ആ ഒരു പർട്ടിക്കുലർ കോഡ് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിനെ ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് വേണമെങ്കിൽ 2 പ്രോസസ്സേഴ്സിനെ യൂസ് ചെയ്യാം. അതായത് ഞാൻ ആദ്യം സിംഗിൾ സൈക്കിൾ പ്രോസസറിനകത്ത് ചെക്ക് ചെയ്യും. അപ്പൊ ഈ പ്രോസസർ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഡിറ്ററിന്റെ മുകളിലുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഓപ്ഷൻസ് വരും. സിംഗിൾ സൈക്കിൾ പ്രോസസർ വേണോ, 5 സ്റ്റേജ് പ്രോസസർ വേണോ എന്ന്. ഇത് നിങ്ങൾ കാണുന്നുണ്ടോ? അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ടേക്കാം. എന്താണെങ്കിലും ഇതാണ് സിംഗിൾ സൈക്കിൾ പ്രോസസർ. സിംഗിൾ സൈക്കിൾ പ്രോസസർ എന്താ, നമ്മൾ ആ ഒരു സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചത് അല്ലെ. സിംഗിൾ സൈക്കിൾ പ്രോസസറിൽ ഇന്ന കോഡ് എലമെന്റ്സ് ഉണ്ട്, ഇന്ന സ്റ്റേറ്റ് എലമെന്റ്സ് ഉണ്ട്. ആ സ്റ്റേറ്റ് എലമെന്റ്സിന്റെ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നത് നമ്മൾ പഠിച്ചിരുന്നു. സോ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാം, ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള റൈറ്റ് ഗ്രീനിന് ഇപ്പുറത്തുള്ള ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉണ്ട്. ആ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കോഡ് ബൈ കോഡ് വർക്ക് ആവും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾക്ക് വിൻഡോയിൽ ചെറിയ ഡിഫറൻസ് ഫീൽ ചെയ്യും. ഓരോ കോഡ് ബൈ കോഡ് ഞാൻ അവിടെ വിളിച്ചിരിക്കുന്ന ആഡ് ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എത്ര ഇൻസ്ട്രക്ഷൻ ഉണ്ടോ 0 മുതൽ 9 വരെ ആഡ് ചെയ്യാൻ എത്രത്തോളം ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യണോ അതിന്റെ കാര്യങ്ങളാണ് ഇവിടെ ആ ഒരു റൈറ്റ് സൈഡിൽ മാറുന്നത്. സോ ഇവിടെ ഏകദേശം ഒരു 39ഓളം സൈക്കിൾസ് ഉണ്ട്. ആ ഒരു സൈക്കിള്
കണ്ടിന്യൂസ്ലി ഞാൻ ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ചേഞ്ചസ് കാണിക്കുന്നത്. ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ താഴെ ഭാഗത്ത് ആ എക്സിക്യൂഷൻ ഇൻഫോയിൽ എത്ര സൈക്കിൾ ഉണ്ടായിരുന്നു, എത്ര ഇൻസ്ട്രക്ഷൻസ് ചെയ്തു, എത്ര സൈക്കിൾ പെർ ഇൻസ്ട്രക്ഷൻ ആണ് പെർഫോം ചെയ്തത്, അവിടുത്തെ ക്ലോക്ക് റേറ്റ് എല്ലാം കാണിക്കും. ഇവിടെ റൈറ്റ് സൈഡിൽ ഇൻസ്ട്രക്ഷൻ മെമ്മറി എന്ന് വെച്ചാൽ ഓരോ ഇൻസ്ട്രക്ഷൻസ് ഏത് സമയത്ത് ഏതാണ് വർക്ക് ചെയ്യുന്നത്, ഇവിടെ രജിസ്റ്ററിൽ എന്ത് ചേഞ്ചസ് ആണ് വന്നത്, ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇവിടെ പ്രോസസറിൽ വരുന്നത്. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്യാഷിൽ എന്ത് ചേഞ്ച് നടന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ക്യാഷ് എടുത്താൽ മതി. ആ ക്യാഷില് ഇൻസ്ട്രക്ഷൻ ക്യാഷ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇൻസ്ട്രക്ഷൻ ക്യാഷ് ഉണ്ട്, ഡേറ്റ ക്യാഷ് ഉണ്ട്. ഡേറ്റ ക്യാഷിൽ വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല. പക്ഷെ ഇൻസ്ട്രക്ഷൻ ക്യാഷ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ പെർഫോമൻസിൽ എത്രത്തോളം ഹിറ്റ് റേറ്റ് ഉണ്ടായിരുന്നു, എത്രത്തോളം മിസ് റേറ്റ് ഉണ്ടായിരുന്നു, ആ ഒരു രീതിയിൽ അനലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി സോ ആ ഒരു ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി സിംഗിൾ സൈക്കിൾ പ്രോസസറിൽ ഈ ഒരു ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, പ്രോസസർ മാറ്റണം. പ്രോസസർ മാറ്റണം എന്ന് പറഞ്ഞാൽ ഞാൻ കമ്പാരിസൺ ഓഫ് എങ്ങനെ രണ്ട് പ്രോസസേഴ്സ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ രണ്ടാമത്തെ പ്രോസസറായ 5 സ്റ്റേജ് പ്രോസസർ അല്ലെങ്കിൽ പൈപ്പ് ലൈൻ്റെ പ്രോസസർ ആക്കി മാറ്റി. പൈപ്പ് ലൈൻ്റെ പ്രോസസറിന്റെ സിമ്പിൾ മാറിയതുണ്ടോ, ഇമേജ് മാറിയതുണ്ടോ, ഇമേജ് ഡിഫറൻസ് ഉണ്ട്. ഇതാണ് പൈപ്പ് ലൈൻ്റെ പ്രോസസർ. ഈ പ്രോസസറിൽ ഓരോ ഇൻസ്ട്രക്ഷൻസിനും ഓരോ എക്സിക്യൂഷൻ സൈക്കിളും ഓരോ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഞാൻ ഈ സെയിം കോഡ് തന്നെ റൺ ചെയ്ത് നോക്കിയാൽ റൺ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ക്ലോക്ക് സൈക്കിൾ ഇവിടെ താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ ഒരു സമയത്ത് ഈ ഒരു സ്റ്റേജിൽ ഏതാണ് ഐഡിൽ സ്റ്റേജിലേക്ക് പോയിരിക്കുന്നത്, ഏതാണ് ഫെച്ചിലേക്ക് പോയിരിക്കുന്നത്, ഏതാണ് ഡീകോഡിലേക്ക് പോയിരിക്കുന്നത്, ആ ഒരു 5 സ്റ്റേജസ് ഉണ്ടല്ലോ, ആ സ്റ്റേജസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. സോ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാകും. ഞാനിവിടെ പ്രോഗ്രാം ചെയ്യുന്ന അനുസരിച്ച് ഇവിടെ ആ ഒരു പെർഫോമൻസ് അനാലിസിസും അതുപോലെ തന്നെ ക്യാഷ് മെമ്മറിയും ഡിഫറൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ. സോ എത്രത്തോളം ഇതുണ്ടോ അതനുസരിച്ച് എനിക്ക് ഇവിടെ വേറൊരു ഗ്രാഫ് കിട്ടും, ഇവിടെ ഗ്രാഷയുടെ യൂസേജ് കിട്ടും. അതനുസരിച്ച് എനിക്ക് ഈ 2 ഗ്രാഫുകൾ വെച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു സിംഗിൾ സൈക്കിൾ പ്രോസസറിൽ അത് വർക്ക് ചെയ്തത്, എങ്ങനെയാണ് ഒരു 5 സ്റ്റേജ് പൈപ്പ് ലൈൻ പ്രോസസറിൽ വർക്ക് ചെയ്തത്, ആ ഒരു കമ്പാരിസൺ കാര്യങ്ങളാണ് പ്രസന്റ് ചെയ്യേണ്ടത്.